തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഇലക്ഷൻ പ്രഖ്യാപിച്ചതോടുകൂടി കോട്ടയത്തെ ആകാശപാത വീണ്ടും ചർച്ചകളിൽ നിറഞ്ഞു. മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറാണ് കോട്ടയത്ത് ആകാശപാത വിഭാവനം ചെയ്തത്. നിലവിൽ അതിനുശേഷം ഭരണം മാറിയതോടുകൂടി ഇടതുപക്ഷം അധികാരത്തിലെത്തുകയും ആകാശപാതയുടെ പ്രവർത്തനങ്ങളാകെ തടസ്സപ്പെടുകയും ചെയ്ത അവസ്ഥയാണ്. ഏതാണ്ട് 10 വർഷമായിട്ട് ഈ ആകാശപാത അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പണിത അതേ നിലയിൽ തന്നെ ഇന്നും തുടരുകയാണ്. എങ്ങനെയാണ് സാറേ ഇതിൻ്റെ ഒരു നിലവിലത്തെ സ്ഥിതിയും തുടർന്നുള്ള മുന്നോട്ടുള്ള പോക്കും? ഇതിന് 10 വർഷത്തെ ഒരു ഹിസ്റ്ററി ഉണ്ടെന്നുള്ള വിവരം അറിയാമല്ലോ. ശ്രീകുമാറും അതിനകത്തൊരു കക്ഷിയാണ്. ശ്രീകുമാറിൻ്റെ കേസിനകത്താണ് ഞാൻ കൂടി കക്ഷിയായിട്ട് എന്നെ കൂടി കക്ഷി ചേർക്കണമെന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത്. ഹൈക്കോടതി അത് അനുവദിക്കുകയും ചെയ്തു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ ആകാശപാതയുടെ കാര്യത്തിൽ ഒരു അവസാന തീരുമാനം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും നീങ്ങിയത്. അതിൽ കോടതിയിൽ നിന്ന് അതിന് ഒരു നിർദ്ദേശവും വന്നു. കോടതി പറഞ്ഞിട്ടുള്ളത് ഈ ആകാശപാത തീർക്കണം. 2 കാര്യത്തെക്കുറിച്ച് കോടതി പറഞ്ഞു. ഗവൺമെൻറ് അഫിഡവിറ്റ് അവിടെ കൊടുത്തു കോടതിയിൽ. ആ അഫിഡവിറ്റിനകത്ത് സൂചിപ്പിച്ചിട്ടുള്ളത് അന്ന് അനുവദിച്ച തുകയേക്കാൾ 1,60,00,000 രൂപ അഡീഷണലായിട്ട് വരും. ആ ചെലവ് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള മാർഗമുണ്ടോ എന്ന് ചോദിച്ച് ജില്ലാ കളക്ടർ എനിക്കൊരു കത്ത് തന്നിരുന്നു. കോടതിയുടെ കൂടെ ഡയറക്ഷൻ്റെ അടിസ്ഥാനത്തിലാകാം, അല്ലാതെ ജില്ലാ കളക്ടർ എഴുതില്ലല്ലോ. ആ ജില്ലാ കളക്ടർ എഴുതിയ കത്തിന് ഞാനൊരു മറുപടിയും കൊടുത്തു. അന്നത്തെ സാഹചര്യത്തിൽ MLA ഫണ്ടിനകത്തുനിന്ന് 1,64,00,000 രൂപ അത് കൊടുക്കാം, എങ്ങനെയും കൊടുക്കാം എന്നൊരു തീരുമാനം. സത്യം പറഞ്ഞാൽ നടക്കുന്നത് ഏതെങ്കിലും രൂപത്തിൽ നടക്കട്ടെ എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മളിതെല്ലാം ചെയ്തത്. ഇതെല്ലാം ചെയ്തതിന് ശേഷം കോടതിയുടെ വിധിക്കകത്ത് തന്നെ അതെടുത്ത് പറയുന്നുമുണ്ട്, അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട് പറയുന്നുമുണ്ട്, നടപടി എടുക്കണം എന്ന് ആവശ്യപ്പെടുന്നുമുണ്ട്. ഇതെല്ലാം ചെയ്തതിന് ശേഷം നിയമസഭയിൽ അവിടെ വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ അദ്ദേഹം പറഞ്ഞത് ചെയ്യുന്ന പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞു. അതിന് അദ്ദേഹം പറഞ്ഞൊരു വാദഗതി, അതിൻ്റെ ആ റെക്കോർഡ്സൊക്കെ ഉണ്ട്. വാദഗതി അദ്ദേഹത്തിന് ഞാൻ എന്തോ ഒരു കാര്യം നിഷേധിച്ചു ഞാൻ മന്ത്രിയായിരുന്ന കാലത്ത്, അതുകൊണ്ട് ഞാൻ ഇതും ചെയ്യത്തില്ല എന്നുള്ള രൂപത്തിലാണ് പറഞ്ഞത് എന്ന് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തു. ഇനിയിപ്പോൾ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും അവരുടെ മനസ്സ് മാറാൻ വേണ്ടി നമ്മൾ നോക്കുകയാണ്. ഇല്ലെങ്കിൽ ഗവൺമെൻറ് മാറിയാൽ ഇത് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ് ജനങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ ഏതായാലും ചെയ്യാവുന്നിടത്തോളം ചെയ്തു. ഇനി ചെയ്യേണ്ട കാര്യം സർക്കാരാണ്. സർക്കാരിൻ്റെ ഉദാസീനതയും അലസതയും വന്നാൽ സ്വാഭാവികമായിട്ടും ഇതിന് എത്ര ഡിലേ വരുമെന്നുള്ളത് നമ്മൾ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, നമ്മളും കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഗവൺമെൻറ് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ, ഗവൺമെൻറ് ചെയ്യുന്നില്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ പിന്നീട് നമുക്ക് പുറകെ ആലോചിക്കാം. ഏതായാലും ചെയ്തു വെച്ച കാര്യങ്ങൾക്കകത്ത് മുന്നോട്ട് പോകാൻ എന്തെല്ലാം മാർഗമുണ്ടോ എന്ന് കോടതിയിലെ കേസ് സഹിതം ബാക്കി ബഹുജന മധ്യത്തിലുണ്ടായ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് എല്ലാ മാർഗങ്ങളും നമ്മൾ നോക്കി, എല്ലാ വാതിലും നമ്മൾ മുട്ടി, എങ്ങനെയെങ്കിലും പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടന്നു. പക്ഷേ ഗവൺമെൻറ് കണ്ണ് തുറക്കാത്തിടത്തോളം നടക്കത്തില്ലല്ലോ. ഗവൺമെൻറ്റാണ് ചവിട്ടി പിടിച്ച് നിൽക്കുന്നത്. എനിക്ക് അവസാനമായി കളക്ടർ തന്ന കത്തിനകത്ത് 2 കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, കത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇത് റോഡ് സേഫ്റ്റി അതോറിറ്റി അവരാണ് ഇതിൻ്റെ തീരുമാനം ഫൈനലായിട്ട് എടുക്കേണ്ടത് എന്നാണ്. റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്, അതിൻ്റെ വൈസ് ചെയർമാൻ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയാണ്, അതിനകത്ത് എക്സിക്യൂട്ടീവ് ആയിട്ട് എക്സ് ഒഫീഷ്യോ ആയിട്ട് അതിൽ വന്നു പെട്ടിട്ടുള്ളത് ഇവിടെ PWD മിനിസ്റ്ററുമാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെതാണ് ഇത് പൂർണ്ണമായും കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ പക്ഷേ അവരൊന്നും ചെയ്യുന്നുമില്ല, അവർ ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് ഏറ്റവും അവസാനം കളക്ടർ തന്ന കത്തിനകത്ത് ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ചെയ്യണമെന്ന് വരികിൽ ഇവിടെ ഊരാളുങ്കൽ പോലെ ഏതെങ്കിലും ഒരു ഏജൻസിക്ക് ഇത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിച്ചത്. എനിക്ക് അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല, കാരണം ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. നേരത്തെ കൊടുത്തത് ഗവൺമെൻറ്റാണ്, ഇപ്പോൾ കൊടുക്കേണ്ടത് ഗവൺമെൻറ്റാണ്. അതിനകത്ത് ഒരു MLA എന്നുള്ള നിലയിലോ ഒരു സ്വകാര്യ വ്യക്തി എന്നുള്ള നിലയിലോ എൻ്റെ വാക്കുകൾക്ക് അധികം ശക്തി ഉണ്ടാവില്ല. അത് ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടത്. അപ്പോൾ കളക്ടർ ഏറ്റവും അവസാനം എനിക്ക് തന്ന കത്ത് കഴിഞ്ഞിട്ട് പിന്നീടൊരു കമ്മ്യൂണിക്കേഷനേ ഇല്ല. അപ്പോൾ ചെയ്യേണ്ടത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് ചെയ്യട്ടെ. ഗവൺമെൻറ് ചെയ്യുന്നില്ലെങ്കിൽ ഈ അലസത ഒഴിവാക്കുന്നതിന് മറ്റു മാർഗമുണ്ടോ എന്നുള്ളത് അപ്പോൾ നമുക്ക് ആലോചിക്കാവുന്നതാണ്. അതുമായി മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്.
ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ആദ്യം അനുകൂലിച്ച സർക്കാർ പിന്നീട് നിലപാട് മാറ്റുകയായിരുന്നു. അത്തരത്തിലൊരു നിലപാട് മാറ്റത്തിലേക്ക് വന്നതിൻ്റെ കാരണം എന്താണെന്ന് പറയാമോ? അത് രാഷ്ട്രീയമാണെന്നുള്ളത് എല്ലാവർക്കും അറിയായിരുന്നു. ഞാൻ പറഞ്ഞത് ശ്രീകുമാർ തന്നെയാണ് അതിൻ്റെ പെറ്റീഷൻ കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററി മുഴുവൻ അറിയാവുന്ന ഒരാൾ ശ്രീകുമാറാണ്. ഫസ്റ്റിൽ ഗവൺമെൻറ് അനുകൂലമായിട്ടാണ് അഫിഡവിറ്റ് കൊടുത്തത്, ഒരിക്കലല്ല പല പ്രാവശ്യം. എന്നിട്ട് ആ കേസ് തട്ടി കുറേ കാലങ്ങൾ കൊണ്ടുപോയി. ഏറ്റവും അവസാനം പറഞ്ഞു ഞങ്ങൾ നയം മാറിയെന്നും പറഞ്ഞു. ഞാൻ ചോദിച്ചത്, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ മധ്യത്തിൽ വന്ന് നിന്നിട്ട് ഞങ്ങൾക്ക് നയം മാറിയിരിക്കുകയാണ് എന്ന് പറയാൻ പറ്റുന്നതാണോ? അതൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിന് പറ്റിയതാണോ? എന്നാലും ഈ കാര്യത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഇനി അവർ ചെയ്യുന്നില്ലേ, അവർ ചെയ്യണ്ട, അവർ ചെയ്യണമെന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതവർ ചെയ്യുന്നില്ല എന്നുള്ള കർക്കശമായ വാശിയും അതിനുവേണ്ടിയുള്ള കടുപിടുത്തമാണെങ്കിൽ അവരുടെ കടുപിടുത്തമായിട്ട് നിന്നോട്ടെ. മറുവശം എന്താണെന്നുള്ളത് ജനങ്ങൾ ആലോചിച്ചോട്ടെ. നമ്മളൊന്നും ഒരു കാര്യം കടന്നു കയറി പറയേണ്ട കാര്യമില്ല. അധികാരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് തന്നെയാണ് ശക്തി. അവരത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അവരുടെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ മറ്റ് ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഇത് നോക്കേണ്ടി വരുമല്ലോ. അത് വരട്ടെ. അത് ഈ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു എന്ന് നോക്കി ഈ ഗവൺമെൻറ് ഇതിനകത്ത് കഠിനമായ ഒരു നടപടിയാണ് എടുക്കുന്നതെന്ന് വരികിൽ നമുക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല. ഇതേ രൂപത്തിൽ വേറെ ചില പ്രവർത്തനം കൂടെ കോട്ടയം നിയോജകമണ്ഡലത്തിലുണ്ട്. യഥാർത്ഥത്തിൽ 13.5 ഏക്കർ സ്ഥലം ഞങ്ങൾ ചിങ്ങമനത്ത് ഏറ്റെടുത്ത് കൊടുത്തതാണ്. അതെ, ടെസിലിൻ്റെ ഭൂമി. ആ ഭൂമി സത്യം പറഞ്ഞാൽ ടെസിലിൻ്റെ അല്ല, ഭൂമി അന്ന് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആയിരുന്നു. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി കൊടുത്തതാണ്. അത് വർഷങ്ങൾ 60കളിലാണ് അത് കൊടുത്തതാണ്. പക്ഷേ അത് വന്ന് മുടങ്ങിപ്പോയി. ആ കമ്പനി തന്നെ നിർത്തി. അപ്പോൾ ആ കമ്പനിക്കകത്തുനിന്ന് ഒരു 13.5 ഏക്കർ സ്ഥലം സ്പോർട്സ് ഡിപ്പാർട്ട്മെൻറ്റിനായിട്ട് റവന്യൂ ഏറ്റെടുത്ത് സ്പോർട്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഏൽപ്പിച്ചു. ഒന്നും ചെയ്തിട്ടില്ലല്ലോ. നമ്മളുടെ ഈ സൂര്യകാലടി മനയുടെ അവിടെ സത്യം പറഞ്ഞാൽ അവിടെ റെഗുലേറ്റർ കം ബ്രിഡ്ജ് പണിയുന്നതിന് വേണ്ടി ഞങ്ങളെല്ലാം ചെയ്തു. എല്ലാ ക്രമീകരണമായി. 12 തൂണ് മൊത്തമുണ്ട്. 6 തൂണ് പണിത് കഴിഞ്ഞു. ബാക്കി 6 പണിയല. അതുകൊണ്ട് എന്തായി, അവിടെ നിന്ന് പോയി. അപ്പോൾ ഇങ്ങനെ മുടങ്ങിപ്പോയ കുറേ പദ്ധതികളുണ്ട്. ദയവായിട്ട് ഒരു ഗവൺമെൻറ്റും അങ്ങനെ ഒന്നും ചെയ്യരുതാത്ത. ഈ കോളിമതലിലെ 2ാം പാലം 10 കൊല്ലം അപ്രോച്ച് റോഡിന് വേണ്ടിയാണ്. പാലം പണി തീർന്നല്ലോ. പാലം പണി തീർന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും അപ്രോച്ച് റോഡിന് വേണ്ടി 10 കൊല്ലം നമ്മൾ കാത്തിരുന്നില്ലേ? ഞാൻ ചോദിച്ചു, എന്താ അവർക്ക് എന്ത് ഗുണം കിട്ടി? അത്രയും സമയം ആളുകളെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ട് എന്ത് ഗുണം കിട്ടി? എന്നിട്ട് അവസാനം അപ്രോച്ച് റോഡ് പണിയുകയും ചെയ്തു. എന്നാൽ പിന്നെ നേരത്തെ ചെയ്യരുതോ? എത്ര കോടി രൂപ ലാഭം ഈ എക്സ്ചക്കറിന് ഉണ്ടാകുമായിരുന്നു? ഇത്രയും അഡീഷണലായിട്ടുള്ള എക്സ്പെൻഡിച്ചർ ഉണ്ടാക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഇതുപോലെ നമ്മളുടെ ഒത്തിരി നടപടികൾ ചവിട്ടിപ്പിടിച്ചും നിർത്തിവെപ്പിച്ചും ഒക്കെ പോയിട്ടുണ്ട്. അത് പിന്നെ ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡാണ്. ഞാൻ അവരെ ഒന്നും കുറ്റം പറയാനില്ല. അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അതാണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് വേറെയാണ്. എന്നാൽ നമ്മൾ ആരംഭിച്ച ഒരു പദ്ധതി ആയതുകൊണ്ട് തുടരണ്ട എന്ന് വിഴിഞ്ഞം പ്രോജക്റ്റിൻ്റെ കാര്യത്തിൽ ആലോചിച്ചില്ലല്ലോ. ഉമ്മൻചാണ്ടിയല്ലേ പ്രോജക്റ്റിനകത്ത് ഒപ്പിട്ടത്. ആ ഒപ്പിട്ട പ്രോജക്റ്റല്ലേ പിന്നീട് ഇങ്ങനെ വന്നത്. നടപ്പിലാക്കി മുന്നോട്ട് പോയി. ഒരു ഇന്ത്യയിലെ ഒരു മഹാ അത്ഭുതം എന്നുള്ള മട്ടിലല്ലേ അവർ പോകുന്നത്. എന്നാൽ പിന്നെ ഉമ്മൻചാണ്ടി തറകല്ലിട്ടതല്ലേ എന്നവർ തീരുമാനിക്കാതിരുന്നല്ലോ. അത് ചെയ്തില്ലല്ലോ. അപ്പോൾ ഒരേ സ്ഥലത്ത് തന്നെ 2 രൂപത്തിലുള്ള അളവുകോല് വെക്കുകയാണ്. ഒരേ സ്ഥലത്ത്. എനിക്ക് ഈ സ്കൈവോക്കിൻ്റെ കാര്യത്തിൽ സത്യം പറഞ്ഞാൽ മാണി സാറാണ് ആ യോഗത്തിലെ അധ്യക്ഷത പോലും വഹിച്ചത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് അത് തറക്കല്ലിട്ടത്. അങ്ങനെ മാണി സാറിനോടെങ്കിലും ഉള്ള, അതെ, മാണി സാറിനോടെങ്കിലും ഒരു ബഹുമാനം കാണിക്കേണ്ടതല്ലേ? ഉമ്മൻചാണ്ടി അദ്ദേഹം ഇനിയിപ്പോൾ രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തെ ഞങ്ങളുടെ ഒരുമിച്ചാണ് എന്നുള്ളത് കൊണ്ട് അതിന് വേണമെന്ന് വരികിൽ ഇവർക്ക് ഒരു തടസ്സം പറയാം. ഇത് മാണി സാറിൻ്റെ കാര്യത്തിൽ എന്ത് തടസ്സം പറയാനാണ്? അങ്ങനെയെങ്കിലും അത് ആലോചിക്കണ്ടേ? ഞങ്ങളെല്ലാം സാമം ഭേദം ദണ്ഡം എല്ലാ കാര്യങ്ങളും ഈ സർക്കാരിൻ്റെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ സർക്കാർ കണ്ണും പൂട്ടിയിരിക്കുകയാണ്, തുറക്കുന്ന മട്ടേയില്ല. അപ്പോൾ അവർ സർക്കാരിൻ്റെ ഇംഗിതം അനുസരിച്ച് ചെയ്യട്ടെ. സർക്കാർ ഇത് ചെയ്യണമെന്ന് വെച്ചാൽ അവർക്ക് ചെയ്തോട്ടെ. സർക്കാർ ചെയ്യണമെന്നവരിൽ ആരാ തടസ്സം? സർക്കാർ ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ ആരെങ്കിലും തടസ്സമുണ്ടോ? നമ്മളാരും ഒരു തടസ്സമില്ല. ഞങ്ങളുടെ പ്രതിപക്ഷം ഞങ്ങളാരെങ്കിലും തടസ്സമുണ്ടോ? ആരും തടസ്സമില്ല. പക്ഷേ സർക്കാരിന് ചെയ്യണമെന്ന് തോന്നണം. അത് തോന്നാത്ത പ്രശ്നം.
UDF അധികാരത്തിലെത്തിയാൽ ഉറപ്പായും കോട്ടയത്ത് ആകാശപാത ഉയരും. ഞങ്ങൾ ആകാശപാതയടക്കം ഇവിടെ തടഞ്ഞു വെച്ച ഒത്തിരി പദ്ധതികളുണ്ട്. അത് നമ്മളത് ആലോചിച്ചിട്ട് ജനങ്ങളുമായിട്ട് ചർച്ച ചെയ്ത് ഏത് രൂപത്തിലൊക്കെ വേണം എന്നുള്ളത് ആലോചിച്ച് ഒരു ബഹുജന അഭിപ്രായത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു വികസന അപ്രോച്ചാണ് എനിക്കുള്ളത്. അതുകൊണ്ട് എല്ലാവരുടെയും അഭിപ്രായം കേട്ടതിന് ശേഷം മുന്നോട്ട് പോകും. ഉചിതമായ ദൈവത്തിലേക്ക് എല്ലാ ആശംസകളും. താങ്ക് യു വെരി മച്ച്.